കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. നമ്മളെല്ലാവരും സാധാരണ കേൾക്കുന്ന ഒരു വിഷയമാണ് ഹിപ്നോട്ടിസം, ഹിപ്നോതെറാപ്പി. ഹിപ്നോട്ടിസം പഠിക്കാം, ഹിപ്നോട്ടിസം ചെയ്യാം. എല്ലാവരും കേൾക്കുമ്പോൾ തന്നെ ഒന്ന് ഞെട്ടുന്നുണ്ട് ഹിപ്നോട്ടിസം എന്ന് കേട്ടാൽ. യഥാർത്ഥത്തിൽ ആക്ച്വലി അങ്ങനെയൊക്കെയാണ്. ഹിപ്നോട്ടിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ചിന്തകളെയും വിചാരങ്ങളെയും മറ്റൊരാൾക്ക് വലിച്ചെടുക്കാനോ വായിച്ചെടുക്കാനോ സാധിക്കും. നമ്മളിലുള്ള വികാരങ്ങളെയെല്ലാം ബോധ മനസ്സിൽ നിന്ന് പുറത്തേക്ക് കളഞ്ഞ് ഉപബോധ മനസ്സിലേക്ക് പുതിയ പുതിയ വികാരങ്ങളും ചിന്തകളും ഓട്ടോ സജഷനായിട്ട് പുതിയ പുതിയ മന്ത്രങ്ങളൊക്കെ ഇട്ടുകൊടുക്കുന്നത് കൊണ്ട് നമുക്കൊരു പുതിയ വ്യക്തിയെ സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കും. അതായത് നമ്മുടെ ബോധ മനസ്സിനെ ഉറക്കിയിട്ട്, അതായത് രാത്രിയാണ് നമ്മൾ ഉറങ്ങുക, അത് നമ്മൾ എങ്ങനെയാണ് നാച്ചുറലി സാധാരണ നാച്ചുറൽ സ്ലീപ്പാണ്. അല്ലാതെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, ഇരുന്നുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ നമ്മുടെ മുൻപിൽ ആവശ്യപ്പെട്ടു വരുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ ബോധ മനസ്സിനെ നമ്മൾ ഉറക്കുകയാണ്. സാധാരണ ഓപ്പറേഷൻ സമയത്തൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? സാധാരണ കോൺഷ്യസ് ആവാൻ അൺകോൺഷ്യസ് ആവാൻ വേണ്ടിയിട്ട് മരുന്നൊക്കെ കൊടുത്ത് ഉറക്കും. അതൊന്നും അല്ലാതെ ബോധ മനസ്സിനെ നമ്മൾ ഉറക്കുകയാണ്. ഉറക്കിയിട്ട് ആ ഉറങ്ങുന്ന ആളുടെ ഉപബോധ മനസ്സിനെ നമ്മൾ നിർദ്ദേശങ്ങൾ കൊടുക്കും. പല നിർദ്ദേശങ്ങളും കൊടുക്കും. എന്താണോ ആ വ്യക്തിക്ക് വേണ്ടത്, ഒരു വ്യക്തിക്ക് എന്താണോ വേണ്ടത്, ആ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് ആ നിർദ്ദേശങ്ങളിൽ നിന്ന് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമുക്ക് ബോധ മനസ്സിനെ മയക്കാം. പലതരത്തിലും മയക്കാം. ഇത് നമ്മൾ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടാണ് മയക്കുന്നത്. ആ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് മയങ്ങുന്ന ഒരു വ്യക്തിയിലേക്ക്, ആ വ്യക്തിയുടെ ഉപബോധ മനസ്സിലേക്ക് നമ്മൾ നിർദ്ദേശങ്ങൾ ഇട്ടുകൊടുക്കുന്നു. ഓട്ടോ സജഷൻസ്, ജീവമന്ത്രങ്ങൾ ഇട്ടുകൊടുക്കുന്നു. ഈ ജീവമന്ത്രങ്ങൾ ഇട്ടുകൊടുത്ത് ആ മനുഷ്യന്റെ സ്ട്രെസ്, ഡിപ്രഷൻ, ഉത്കണ്ഠ, വിഷമം, ആത്മഹത്യാ പ്രവണത, കുടുംബ പ്രശ്നങ്ങള് എന്തും ആയിക്കോട്ടെ, ഇതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? ജീവമന്ത്രങ്ങൾ കൊടുത്തുകൊണ്ട് അയാളെ നമ്മളൊരു പുനർജീവൻ കൊടുത്തുകൊണ്ട് പുതിയൊരു ജീവിതത്തിലേക്ക്, ഉന്മാദാവസ്ഥയിൽ നിന്ന് പുതിയൊരു ജീവിതത്തിലേക്ക് നമ്മൾ ഉണർത്തി എഴുന്നേൽപ്പിക്കുന്നു. അങ്ങനെ അബോധ മനസ്സിനെ മയക്കി പുതിയൊരു തലത്തിലേക്ക് നമ്മൾ അയാളെ കൊണ്ടുവരുന്നു. ഉറങ്ങുന്ന ഒരാളെ പുതിയൊരു തലത്തിലേക്ക് നമ്മൾ എത്തിക്കുകയാണ്. അങ്ങനെ ആ ഒരു ഇതിൽ നിന്ന്, ആ ഒരു ശീലത്തിൽ നിന്ന് ആ ഒരു വ്യക്തിയെ നമ്മൾ ഒരു വ്യക്തിയിലേക്ക് മാറ്റി ആ വ്യക്തിയുടെ അഗാധമായ സ്ഥാനം ഉപബോധ മനസ്സിന്റെ സ്ഥാനത്തിലേക്ക് നമ്മൾ അതിലേക്ക് മന്ത്രങ്ങൾ ഇട്ടുകൊടുക്കും. അങ്ങനെ അയാളെ ഹിപ്നോട്ടിസത്തിന് വിധേയനാക്കി പലതിനെയും ചെറുത്തു നിൽക്കാനുള്ള ശക്തിയും ഊർജവും കഴിവും ആത്മശക്തിയും ജീവശക്തിയും പവറും വിൽ പവറും എല്ലാം നമ്മൾ ആ വ്യക്തിക്ക് കൊടുക്കും. ഒരു പ്രത്യേക ശക്തി, ഒരു സ്രോതസ്, ഒരു ഊർജം നമ്മൾ ആ വ്യക്തിക്ക് നൽകും. അത് പലതരത്തിലും ചെയ്യാം, പല വിധത്തിലും നമ്മൾ ഹിപ്നോട്ടിസത്തിലൂടെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്ത് ഇത് ശാസ്ത്രീയമായ ഒരു ഹിപ്നോട്ടിസത്തിലൂടെ നേടിയെടുക്കാം നമുക്ക്. അങ്ങനെ തന്നെ ചെയ്ത് ഒരു നല്ല കൗൺസിലറെയോ ഹിപ്നോട്ടിക് കൗൺസിലറെയോ കണ്ട് അദ്ദേഹത്തിന്റെ അതിൽ ഔഷധേതര ചികിത്സയാണ് ഹിപ്നോട്ടിസം. ഔഷധേതര ചികിത്സ, മരുന്നുകളൊന്നും നമ്മൾ കൊടുക്കുന്നില്ല. മരുന്നുകളൊന്നും കൊടുക്കാതെ തന്നെ ഒരു വ്യക്തിയുടെ പുനർജീവൻ, ഒരു പുതിയ ഉണർവ്, ഒരു പുതിയ തലത്തിലേക്ക് അയാൾ ഉണർത്തിക്കൊണ്ടുവരാൻ ഒരു ഹിപ്നോട്ടിക് കൗൺസിലർക്ക് സാധിക്കും. അങ്ങനെ ഒരു ഹിപ്നോട്ടിക് കൗൺസിലർ അയാളെ പുതിയൊരു തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു പ്രക്രിയയാണ്. ഒരു ഉന്മാദാവസ്ഥയിൽ നിന്ന് പുതിയൊരു തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു രീതിയാണ് ഈ ഹിപ്നോട്ടിസം എന്ന് പറഞ്ഞാൽ. അത് ആവശ്യം വരുന്ന വ്യക്തി ആരാണോ അയാൾ ആ തലത്തിലേക്ക് വരാൻ തയ്യാറായി വന്നാൽ ഒരു കൗൺസിലറെ ചെന്ന് സമീപിച്ചാൽ ആ കൗൺസിലർ അതിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്ത് അയാളെ അതിലേക്ക് വരുത്തിയെടുക്കുന്നു. അതാണ് സാധാരണ ചെയ്യാറ്.